എന്തിനിങ്ങനെ എന്തായാലും പറ്റിപ്പോയില്ലേ? ഇനിയിപ്പോ പറഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് എന്താ കാര്യം? അല്ല എനിക്ക് പേടിയൊന്നുമില്ല. ഇത് ചേച്ചി അതല്ല തങ്കം, മക്കളും കൊച്ചുമക്കളുടെ ഒക്കെ മുന്നിൽ ഞങ്ങളുടെ വില എന്തായി അത് ഓർക്കുമ്പോഴാ. പിന്നെ മുത്തിനെ ഓർത്തിട്ടാണ് ഈ പറയുന്നേ. അവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോഴത്തെ പിള്ളേരാ. തന്നെയല്ല അവളെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാണ് ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത്. ആ വെളിയിൽ നിൽക്കുന്ന ആളെ ഞാൻ ഇതിൽ ഏർപ്പെടുത്തിയതാ ഏറ്റവും വലിയ തെറ്റ്. അയാൾ എല്ലാവരെയും പറഞ്ഞ് വെറുപ്പിച്ചു. എല്ലാം എൻ്റെ തെറ്റാ. ചേച്ചി വിഷമിക്കല്ലേ, ഏട്ടനൊക്കെ ഇപ്പൊ വരും. അമ്മാവൻ ഇങ്ങനെ ഇപ്പൊ ഗിരി ചേച്ചിക്കും കൂടി ധൈര്യം കൊടുക്കേണ്ട ആൾ അമ്മാവനല്ല. അമ്മാവൻ ഒറ്റയ്ക്കാണോ? അല്ല അതല്ല, ഈ കനകനും ക്ലീറ്റും വരാണ്ടപ്പോ ഇവര് പുറത്തേക്ക് വരും. ഞങ്ങളിപ്പോ കൂടെയില്ലേ, നമ്മൾ ഗ്രില്ല് അടച്ചിട്ടേക്കുമല്ലേ. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ല അമ്മാവനല്ലേ ചേച്ചിയും കൂടെ ധൈര്യം കൊടുക്കേണ്ടത്. അല്ല എനിക്ക് ധൈര്യം കുറവൊന്നുമില്ല. പിന്നെ എന്തുവാ? അല്ല ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ പ്രായപൂർത്തിയായ ആൾക്കാരല്ലേ, തീരുമാനം എടുക്കാനുള്ള അവകാശമൊക്കെ നമുക്കുണ്ട്. ഗിരി ചേച്ചി സങ്കടപ്പെടാതിരുന്നത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ പോയിട്ട് അവരോട് സംസാരിച്ചാലോ? വീണ്ടും ഓരോ പ്രശ്നം. അവര് വന്നിട്ട് അങ്ങോട്ട് പോയാൽ മതി. അത് തന്നെ. അത് ഞാൻ എന്തിനു പേടിക്കണേ? ചേച്ചി കരയല്ലേ, എന്തിനങ്ങനെ കരയുന്നത്? എല്ലാവരും ഇല്ലേ കൂടെ? ആരും ഇല്ലാതായിട്ടൊന്നുമില്ല. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഒന്നിച്ച് കഴിയുമ്പോഴത്തേനും അതങ്ങോട്ട് മാറും. അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല തങ്കം. എനിക്കെന്തോ വല്ലാത്തൊരു പേടി. ഏതോ വണ്ടി വന്നിട്ടുണ്ടല്ലോ. ആരാ? ഞാൻ പോയി അവിടെ ഇരിക്കും. നീ പറഞ്ഞ ആണുങ്ങളതാ വന്നടി. എന്റെ കൊച്ചിനെ ഇറക്കി കാര്യം പറയാ. ഗിരിജി ചേച്ചിക്ക് ഇവിടെ നിൽക്കാനാണ് താല്പര്യം. നിങ്ങൾ എങ്ങും കൊണ്ടുപോകും. എവനെ പോലെ ഒരു വേട്ടാവളി എന്റെ കൂടെ ജീവിച്ച് തീർക്കാനുള്ളതല്ല എന്റെ പൊന്നുപോള ജീവിതം. അവർ തീരുമാനിക്കും. ഒരു കാര്യം പറയാം, ഞാൻ ഇവിടെ സ്റ്റേഷനിലെ പോലീസാണ്. ഇങ്ങോട്ട് ഹലോ ഹലോ മക്കളെ, എല്ലാത്തിനെയും കൊണ്ടുപോടാ. നമ്മുടെ ആളുകളെ മൊത്തം വിളിയടാ. അടിച്ച് തകർക്കലാണ് അവനെ. കേറാ, അടിച്ചിടാ അവനെ. അടിയടാ. എന്താ 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 നിങ്ങക്ക് വേണ്ടത്? അതെ, നിങ്ങളുടെ ഗിരിജാനും കൊണ്ട് ഞാൻ ഒളിച്ചോടി പോയിട്ടൊന്നുമില്ലോ, കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാറിയാം. അത് ചെയ്യാത്തത് നിങ്ങളൊന്നും പേടിച്ചിട്ടല്ല. പ്രായത്തിലായിട്ട് ഈ പ്രായത്തിൽ കുടുംബത്തിനൊരു ചീത്ത പേരുണ്ടാക്കേണ്ടത് കരുതിയിട്ടാ. പിന്നെ വളർന്നു വരുന്ന കൊച്ചുകുട്ടികളുണ്ട് ഇവിടെ. ഇതിൻ്റെ പേരിൽ അവർക്കൊരു ഭവിഷ്യത്തുണ്ടാവരുത്. പിന്നെ എല്ലാ കാര്യവും ഞാൻ എൻ്റെ ചേച്ചിയോട് ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. ചേച്ചിയോട് ഞാൻ ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാ. വെറുതെ ആവശ്യമില്ലാണ്ട് ചാടി കളിച്ചിട്ട് പുറപ്പെട്ടിരിക്കുക ഓരോന്ന്. അതെ, ഇങ്ങനെ വഴക്കും ബഹളം ഉണ്ടാക്കി ഞങ്ങൾക്ക് ഒരു ജീവിതം വേണ്ട. അതിനുള്ള പ്രായമൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞു. വല്ലിച്ച, ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഗിരിജൻ ചേട്ടനോട് മാത്രമേ ജീവിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. എനിക്കൊരു ജീവിതം വേണ്ട, ഒരു സഹായം വേണ്ട ആരുടെ. തിരിച്ചു വിളിക്കാം ബാബാ. തിരിച്ചു വിളിക്കാം ബാബാ. അമ്മ എടുത്ത് നമുക്ക് പറയാം. തിരിച്ചു വിളിക്കാം ബാബാ. സമയമായിട്ടില്ല. സമയമാകുമ്പോൾ ഞാൻ പറയാം.